ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അടിതെറ്റി താരസംഘടന അമ്മ. പ്രസിഡന്റ് മോഹൻലാൽ അടക്കം മുഴുവൻ ഭാരവാഹികളും രാജിവെച്ചു. 2 മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കും. കൂട്ടരാജിയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുമായി സിനിമാ പ്രവർത്തകർ. താരസംഘടനയായ അമ്മയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി ഓൺലൈനായി ചേർന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിലാണ് ഭാരവാഹികൾ കൂട്ടത്തോടെ രാജിവെക്കാൻ തീരുമാനിച്ചത്. അമ്മയിലെ അംഗങ്ങൾക്കെതിരായ പീഡന ആരോപണങ്ങളുടെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കുന്നതായാണ് മോഹൻലാൽ ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. അമ്മയിലെ ഭാരവാഹികൾ അടക്കമുള്ള അംഗങ്ങൾക്കെതിരെ ഉയർന്നുവന്ന ആരോപണങ്ങളിലും ചില ഭാരവാഹികൾ അടക്കം നടത്തിയ പരസ്യമായ വിമർശനങ്ങളിലും സംഘടനയ്ക്കുള്ളിലെ ഭിന്നിപ്പിലും കടുത്ത നിരാശ പ്രകടിപ്പിച്ചുകൊണ്ടാണ് മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും രാജിവെക്കാനുള്ള തീരുമാനം കമ്മിറ്റിയിൽ അറിയിച്ചത്. മമ്മൂട്ടി അടക്കമുള്ള മുതിർന്ന താരങ്ങളുമായി ആശയവിനിമയം നടത്തിയ ശേഷമായിരുന്നു മോഹൻലാലിന്റെ നടപടി. ഇതോടെ മറ്റംഗങ്ങളും രാജിസന്നദ്ധത അറിയിക്കുകയായിരുന്നു. ഇന്ന് അമ്മ ഓഫീസിൽ കൂടാൻ തീരുമാനിച്ചിരുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം മാറ്റിവെച്ചതായി ഇന്നലെ അറിയിപ്പ് വന്നിരുന്നു. എന്നാൽ സിദ്ദിഖിന് പിന്നാലെ ജനറൽ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന ജോയിന്റ് സെക്രട്ടറി ബാബുരാജിനെതിരെയും പരാതി വരികയും ബാബുരാജിന്റെ രാജിക്കായി മുറവിളി ഉയരുകയും ചെയ്തതോടെയാണ് അടിയന്തരമായി എക്സിക്യൂട്ടീവ് യോഗം ചേരാൻ തീരുമാനിച്ചത്. കൈനീട്ടവും ചികിത്സാ സഹായവും അടക്കമുള്ള ക്ഷേമപ്രവർത്തനങ്ങൾ മുടങ്ങാതെ കൊണ്ടുപോകുന്നതിനും ജനറൽ ബോഡി വിളിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുമായി നിലവിലെ കമ്മിറ്റി അഡ്ഹോക് കമ്മിറ്റിയായി വരുന്ന 2 മാസം പ്രവർത്തിക്കും. തിരുത്തിയവർക്കും തെറ്റ് ചൂണ്ടിക്കാട്ടിയവർക്കും മോഹൻലാൽ കത്തിൽ നന്ദി അറിയിക്കുന്നുണ്ട്. കൂട്ടരാജിയെ സ്വാഗതം ചെയ്ത് നിരവധി സിനിമാ പ്രവർത്തകർ രംഗത്തെത്തിയപ്പോൾ ആരോപണ വിധേയർ മാത്രം രാജിവെച്ചാൽ മതിയായിരുന്നുവെന്ന അഭിപ്രായവും ചിലരിൽ നിന്നും ഉയർന്നു. അമ്മയിലെ തെറ്റായ പ്രവണതകൾക്ക് അറുതി വരുത്താൻ ഉതകുന്ന പുതിയ കമ്മിറ്റി നിലവിൽ വരുമെന്ന പ്രതീക്ഷയാണ് കൂട്ടരാജിയിലൂടെ പൊതുവിൽ ഉണ്ടായിട്ടുള്ളത്. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.